ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും പറയും കേരളത്തിൽ ജനിച്ചവരെല്ലാം ഭാഗ്യവാന്മാരാണെന്ന്. കാരണം ഒരു മനുഷ്യജീവൻ അത്രത്തോളം വില നൽകുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. അത് ഈ ഒരു വയനാട്ടിൽ സംഭവിച്ച ഈ ദുരന്തമുഖത്ത് നമുക്ക് വളരെയധികം കാണാനായി. അതുപോലെ മറ്റൊരു കാര്യമാണ് നമ്മളെല്ലാവരും എപ്പോഴും നമ്മളുടെ അഭിമാനമായിട്ട് പറയുന്ന ഇന്ത്യൻ സേനയുടെ ഒരു ഇടപെടൽ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇന്ത്യൻ സേനയുടെ ഇടപെടലാണ്. നമ്മളെല്ലാവരും വാർത്താ പ്രാധാന്യം കൊടുത്ത ബെയിലി പാലം എന്നൊരു സംഭവത്തിനെ കുറിച്ചാണ്. പലരുടെ ഇടയിലും ഇതിനെക്കുറിച്ച് തെറ്റിദ്ധാരണയുണ്ട്. പലരും പറയുന്നുണ്ട് ഈ ഒരു പാലം ഈ ഒരു കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാലും അവിടെ തന്നെ വെക്കും, ജനങ്ങൾക്കായി തുറന്നു നൽകും. ഇങ്ങനെ പല വാർത്തകളും ഞാൻ കണ്ടു. അപ്പൊ ഈ ബെയിലി പാലം എന്താണ്, എങ്ങനെ ഈ ഒരു പാലത്തിന് പേര് വന്നു, ഇത് എവിടെ യൂസ് ചെയ്യുന്നതാണ്, ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഞാനിത് പറയുന്നത്. വർഷം 1996 കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലെ പമ്പാ നദി, നമുക്കെല്ലാവർക്കും അറിയാം പമ്പാ നദിയിലെ റാന്നി പാലം പൊളിഞ്ഞു വീണു. ആ സമയത്ത് ഇന്ത്യൻ സേന അന്ന് ആദ്യമായിട്ട് ഒരു ഇന്ത്യയിൽ കൊണ്ടുവന്നൊരു ടെക്നോളജിയായിരുന്നു ഈ ബെയിലി പാലം. അതായത് താൽക്കാലിക ആവശ്യങ്ങൾക്കായിട്ട് പുതിയ പാലം തുറന്നു നൽകുന്നത് വരെയുള്ള ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള ഒരു പാലം. പക്ഷെ ഈ ഒരു പാലത്തിന് പേര് വരുന്നതും ഇതാദ്യമായിട്ട് ഉപയോഗിച്ചതും ബ്രിട്ടീഷുകാരാണ്. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന ഡേവിഡ് ബെയ്ലി എന്നൊരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആശയമാണ് ഈ ഒരു ബെയിലി പാലം. അതായത് ഈ യുദ്ധ സമയത്ത് പലതരം സ്ഥലങ്ങളോട് സഞ്ചരിക്കേണ്ടി വരും. ആ സമയത്ത് പെട്ടെന്ന് നമുക്ക് പാലങ്ങൾ ഉണ്ടാക്കാനും അല്ലെങ്കിൽ യാത്രാ സൗകര്യം ഉണ്ടാക്കാനൊന്നും കഴിയില്ല. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നിർമ്മിക്കാവുന്ന തരത്തിൽ മുൻകൂട്ടി മേക്ക് ചെയ്ത് വെച്ചൊരു സാധനങ്ങൾ ഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പാലമായിരുന്നു അന്ന് പ്ലാൻ ചെയ്തത്. ആ ഒരു സംഭവമാണ് ബെയിലി പാലം. ഇത് ആദ്യമേ ഇതിന്റെ ഒരു ഭാഗം ഉണ്ടാക്കി എല്ലാം നെട്ടും ബോൾട്ടും വെച്ച് ഘടിപ്പിച്ചിട്ടായിരിക്കും, കൂട്ടി യോജിപ്പിച്ചിട്ടായിരിക്കും ഇതിന്റെ ഒരു നിർമ്മിതി. അതുകൊണ്ട് തന്നെ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് നിർമ്മിക്കാനാവും. അടിയന്തര ഘട്ടങ്ങൾ ഉപയോഗിക്കുന്നതിനാൽ നമുക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ട് ഇത്തരം സാങ്കേതികത ഉപയോഗപ്പെടുന്ന അന്നേ അവർ മനസ്സിലാക്കി. ഇതിന്റെ പ്രധാന ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ തടിയും സ്റ്റീലുമാണ്, അല്ലെങ്കിൽ തടിയും ഉരുക്കുമാണ്. ഇപ്പോ പലതരത്തിലുണ്ട്. ടൺ വെയിറ്റ് അനുസരിച്ച്, ഇപ്പോ പലതരം വെയിറ്റ് അനുസരിച്ച് 40-80 എന്ന രീതിയിലൊക്കെ ഇത് നിർമ്മിക്കാറുണ്ട്. ഇപ്പോ നമ്മളുടെ വയനാട്ടില് ചൂരൽമലയുടെയും മുണ്ടക്കയുടെ ഇടയിൽ 85 അടി നീളത്തിലാണ് ഈ ഒരു പാലം നിർമ്മിച്ചിട്ടുള്ളത്. ഇത് അടിയന്തര ഘട്ടങ്ങളിൽ മാത്രം സൈന്യം ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അത് കഴിഞ്ഞാൽ അവരത് പൊളിച്ചു കൊണ്ടുപോകും. പല ആളുകളും പറയുന്നുണ്ട് ഇത് ആവശ്യം കഴിഞ്ഞാൽ പൊളിക്കില്ല, ജനങ്ങൾക്കായിട്ട് യാത്ര ചെയ്യാനായിട്ട് മാറ്റിയേക്കുന്നു. പക്ഷെ അതെന്റെ അഭിപ്രായത്തിൽ തീർത്തും തെറ്റിദ്ധാരണയാണ്. ഇന്ത്യയിൽ എവിടെ അങ്ങനെ ഒരു ബെയിലി പാലം നിർത്തിവെച്ച്, അതായത് ബെയിലി പാലം ജനങ്ങൾക്കായിട്ട് കാലാകാലം തുറന്നു വെച്ചതായിട്ട് ചരിത്രമില്ല. അപ്പോൾ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഈ ഒരു പാലം ഇപ്പോ നമ്മളുടെ ഈ ഒരു ടെക്നോളജി നമ്മളുടെ ഈ വയനാടിലും ഉപകാരപ്രദമായിരിക്കുകയാണ്. ഇന്ത്യൻ നേവിയുടെ അല്ല ഇന്ത്യൻ സൈന്യത്തിന്റെ ഇത്തരം വലിയ വലിയ കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും അഭിമാനിക്കാവുന്നതാണ്. അപ്പൊ ഇത്രയൊക്കെ പറയാനുള്ളൂ.